അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അദ്ദേഹത്തിനെയും കൂടെ കൂട്ടി വന്നിട്ട് ഇത് നേരെ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാം അവകാശിയായിരുന്നത് വല്യമണം പണിക്കരായിരുന്നു. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഊരായ്മ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. എന്നിട്ട് അവിടുന്ന് രാത്രിയിൽ ഈ കുറിച്ചിൽ നിന്ന് വിഗ്രഹം അപകരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ആ വിഗ്രഹത്തിൻ്റെ അവകാശിയായിരുന്നു വല്യവടം പണിക്കർ. അദ്ദേഹത്തെയും കുടുംബത്തെ ഉൾപ്പെടെ വള്ളത്തെ കയറ്റി ജലമാർഗം കൊണ്ടുവരുമ്പം പുഷ്പവൃഷ്ടി ഉണ്ടായെന്നാണ് പറയുന്നത്. ഞാൻ അജു പാർത്ഥസാരഥി. ഈ ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള പഞ്ചമഹാക്ഷേത്രങ്ങളിലെ അതിപ്രധാനമായൊരു ക്ഷേത്രമാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ദക്ഷിണതാരക എന്നറിയപ്പെടുന്ന ഈ മഹത്തായ ക്ഷേത്രത്തിൽ ഇന്ന് ഉത്സവം നടക്കുകയാണ്. ഉത്സവം നടക്കുന്നതിന് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് 8ാം ഉത്സവമാണ്. നാളെ ചരിത്രപ്രസിദ്ധമാർന്ന നാടകശാല സദ്യ നടക്കും. പക്ഷേ ഈ ഉത്സവം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി നമുക്കൊരു വർണ്ണന വേണം. എന്നാൽ മാത്രമേ ഈ ക്ഷേത്രം എന്താണെന്നും ഈ ക്ഷേത്രത്തിൻ്റെ സ്ഥിതി എന്താണെന്നുമൊക്കെ ജനങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാര്യം ചെമ്പകശ്ശേരി രാജാവ്, കോട്ടയം കുടമാളൂരാണ് ചെമ്പകശ്ശേരി രാജാവ് അന്ന് നിലനിന്നുകൊണ്ടിരുന്നത്. അത് കൊട്ടാരമൊക്കെ കോട്ടയത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ മൂല കുടുംബമാണ് ചെമ്പകശ്ശേരി. അതുകൊണ്ടാണ് ഇവിടെ പഴയ ചെമ്പകശ്ശേരി എന്നറിയപ്പെടുന്നത്. ആ മൂല കുടുംബത്തിലെ കുടമാളൂരുണ്ടായിരുന്ന അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അമ്പലപ്പുഴയുടെ പ്രദേശങ്ങളായിരിക്കുന്ന ചേർത്തല തൊട്ടിങ്ങോട്ട് കുട്ടനാട് ഈ പ്രദേശങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ അധീനയിലായിരുന്നു. കാര്യം എന്ന് പറഞ്ഞാൽ കിഴക്ക് കായലും വയലോരകളും പടിഞ്ഞാറ് അറബിക്കടലും കേരവൃക്ഷങ്ങളും ഉടയാടയുത്തി മനോഹരമായി നിൽക്കുന്ന കേരളത്തിലെ അതിമനോഹരമായ ഭൂപ്രദേശമായിരുന്നു ഈ ചെമ്പകശ്ശേരി എന്ന പീഠഭൂമി. അദ്ദേഹം ഒരു കാലഘട്ട സമയങ്ങളിൽ ഏതാണ് AD 94 ആ സമയങ്ങളാണെന്ന് തോന്നുന്നു. AD 94 വർഷങ്ങളാണ് ഈ ക്ഷേത്രം പണിഞ്ഞുയർത്തിയെന്നാണ് നമ്മുടെ ഈ ചരിത്രരേഖകളിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. AD 94 അന്ന് പൂരാടം തിരുനാൾ മഹാരാജാവാണ് ചെമ്പകശ്ശേരി ഭരിച്ചിരുന്നു എന്നും പറയുന്നു. അദ്ദേഹം വില്യമംഗലം സ്വാമിയായിട്ട് ഇവിടെ വയലായിരുന്നു. വില്യമംഗലം സ്വാമിയായിട്ട് ഈ വയലിലൂടെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതിമനോഹരമായൊരു മുരളീഗാനം. ആ മുരളീഗാനം എന്ന് പറയുന്നത് അത്രയ്ക്ക് മനോഹരമായൊരു മുരളീഗാനം കേൾക്കുന്നു. അത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ ശിവനും ഗണപതി ഇരിക്കുന്ന ആലിൻ്റെ ആ വിഷക്കൊമ്പിലിരുത് കൊണ്ട് നല്ലൊരു മുരളീഗാനം കേൾക്കുന്നു. അപ്പം വില്യമംഗലം സ്വാമി, അതിപണ്ഡിതനായ വില്യമംഗലം സ്വാമി പറഞ്ഞു, ഇവിടെ ശ്രീകൃഷ്ണൻ്റെ സാന്നിധ്യമുണ്ട്. ശ്രീകൃഷ്ണനാണ് ഉണ്ണിക്കണ്ണനാണ് അരയാലും കൊമ്പിലിരുന്ന് ആ മുരളീഗാനം വായിക്കുന്നത്. അപ്പോൾ ആ ശ്രീകൃഷ്ണ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഇവിടെ ശ്രീകൃഷ്ണ സാന്നിധ്യം ഉള്ളത് കൊണ്ട് നമ്മുടെ ആസ്ഥാനം ഇങ്ങോട്ട് മാറ്റാം, ഇവിടെ കൊട്ടാരം പണിയണം, ഇവിടെ ഒരു അതിമനോഹരമായ ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രം പണിയണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു തീർച്ചയായിട്ടും നടക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്തി. ആ അമ്പനാട്ട് പണിക്കനാണ് ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ. അദ്ദേഹം രാജഭക്തനും അതോടൊപ്പം കൃഷ്ണഭക്തനുമായിരുന്നു. അദ്ദേഹത്തിനോട് ഇവരെ അറിയിച്ചപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു സ്ഥലം ഏറ്റെടുത്തോ എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ ക്ഷേത്രം പണിയാൻ ആരംഭിച്ചു. ക്ഷേത്രത്തിൻ്റെ തന്ത്രികാവകാശം അങ്ങ് കടിയക്കോൽ. കാര്യം ചെമ്പകശ്ശേരി തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് കോട്ടയം ചെമ്പകശ്ശേരി തറവാടിൻ്റെ അടുത്ത് തന്നെയാണ് കടിയക്കോലിൻ്റെ ഇല്ലവും. അപ്പോൾ അദ്ദേഹത്തിനെ താന്ത്രികാവകാശം ഏൽപ്പിച്ചുകൊണ്ട് ക്ഷേത്രം പണി അതിപുരോഗമിച്ചു. ജനങ്ങളെല്ലാം ഭയങ്കരമായ ആഹ്ലാദഭരിതരായി ക്ഷേത്രം പണി നല്ല രീതിയിൽ പുരോഗമിച്ചു. പക്ഷേ അതുപോലെ തന്നെ ഇവിടെ പുതുവന എന്ന് പറയുന്ന ഒരു താന്ത്രിക ഇതൊക്കെയുണ്ട്. അതിമാന്ത്രികനാണ് അദ്ദേഹത്തിനും വേണ്ട പരിഗണന കൊടുത്തു എന്നല്ലാതെ ക്ഷേത്രത്തിന് അതിൻ്റെ താന്ത്രിക വിദ്യകളൊന്നും കൊടുക്കുന്നില്ല. അതിന് രാജാവ് പരിഗണന കൊടുത്തു. അങ്ങനെ ക്ഷേത്രം പണിഞ്ഞു. നല്ല രീതി മനോഹരമായ ക്ഷേത്രം പണിഞ്ഞ് നല്ല ശില്പമുണ്ടാക്കി ക്ഷേത്രം പണിഞ്ഞ് ശില്പത്തിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയം പറയുമ്പോൾ പുതുവന വന്ന് പറയുന്നു. പുതുവന നമ്പൂതിരി അന്നത്തെ ബ്രഹ്മശ്രീ അത്രയ്ക്ക് മഹാമാന്ത്രികനായ വ്യക്തി. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി പറഞ്ഞ ഒത്തിരി കഥകളുണ്ട്. പറഞ്ഞാലും തീരാത്ത അതിൻ്റേതായ ചരിത്രങ്ങളുടെ ഉള്ളടക്കമുള്ളൊരു മഹാക്ഷേത്ര സങ്കേതമാണ് ഈ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. അപ്പോൾ പുതുവന നമ്പൂതിരി അന്ന് പറഞ്ഞു, ഈ വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിക്കാൻ ഒക്കത്തില്ല, ഇത് അശുദ്ധമാണെന്ന് പറഞ്ഞു. അപ്പം കടിയക്കോല് പറഞ്ഞു, ഇല്ല, ഇത് അശുദ്ധമല്ല, ഇത് പ്രതിഷ്ഠിക്കാൻ പറ്റും, ഞാൻ വാത് വെക്കുന്നു, ഇത് നിങ്ങൾ അശുദ്ധമാണെന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ പാതി താന്ത്രികാവകാശം നിങ്ങൾക്ക് പകുതി തരാം എന്ന് പറഞ്ഞു. അവിടെ ഒരു പൂജാപാത്രം എടുത്ത് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൻ്റെ പള്ളയ്ക്ക് ഒരു തട്ട് കെട്ടി അവിടെ നിന്നൊരു തവളയും ചാടി, കുറച്ച് മലിനജലവും ചാടി. ആകപ്പാടെ ജനങ്ങൾ പരിഭ്രാന്തരായി. അതോ കടിയക്കോലിൻ്റെ പരാജയവും പുതുമനയുടെ വിജയവുമല്ല,
അവിടെ സംഭവിച്ചത്. ജനങ്ങളെല്ലാം ഭയങ്കര ഉത്സാഹത്തോടെ വലിയൊരു മഹാക്ഷേത്രം, അമ്പലപ്പുഴ മഹാക്ഷേത്രം ഉണ്ടാക്കി രാജകൊട്ടാരം പണിഞ്ഞു. ആ രാജകൊട്ടാരം പണി ചെമ്പകശ്ശേരി രാജാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ ഭക്തജനങ്ങളും നിൽക്കുക. ഇവിടെ എന്തോ ആപത്ത് സംഭവിക്കുന്നു, ഈ നാട് നശിക്കുവാൻ പോകുന്നു ഒരു വിപത്ത്, എന്തോ ഇത്. പക്ഷേ അന്നും വില്ലുമംഗലം സ്വാമിമാർ പറഞ്ഞു, പേടിക്കണ്ട, യാതൊരുവിധ വിഷയങ്ങളുമില്ല, നമുക്കിതിന് പരിഹാരം കണ്ടെത്താം. അന്ന് സന്താനഗോപാലൻ കഥ നടക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ അർജുനന് 3 വിഗ്രഹം കൊടുത്തു. അതിനകത്ത് ഒരു വിഗ്രഹം കുറിച്ചിയിലുണ്ട്. ആ വിഗ്രഹം ഇപ്പം ഇതായിട്ട് ഒരു വലിയ പ്രാധാന്യമില്ലാതെ നിൽക്കുന്നു. അതിന് എന്നും ഒരു അശുഭമായ രീതിയിലാണ്, അതിനെ ആരും ആരാധിക്കുന്നില്ല എന്ന് പറയും. പക്ഷേ അന്നത്തെ കുറിച്ചിയിലെ വിഗ്രഹം എടുത്തുകൊണ്ട് പോകുന്ന അവിടുത്തെ രാജാവും ഇവിടുത്തെ രാജാവും തമ്മിൽ വലിയ സ്വരച്ചേർച്ചയില്ല. അന്ന് എന്ത് പറ്റി? രാജാവിൻ്റെ മന്ത്രിപ്രഭുനായ പാറയിൽ മേനോനെ അതിൻ്റെ ചുമതല ഏൽപ്പിച്ചു. അതോടൊപ്പം തന്നെ മേനോൻ എന്തെടുത്തു? അന്ന് അവിടുത്തെ ചെമ്പകശ്ശേരി രാജ്യത്തിൻ്റെ പടത്തലവനായിരുന്നു അഴിക്കകത്ത് അറുമുണ്ടൻ ആണ്ടിയരയെ. അദ്ദേഹത്തിനെ ക്ഷണിച്ചു. അദ്ദേഹത്തിനെയും കൂടെ കൂട്ടി വന്നിട്ട് ഇത് നേരെ അവിടെ ചെന്നിട്ട് ഇതിൻ്റെ എല്ലാ അവകാശിയായിരുന്നത് വല്യവണം പണിക്കരായിരുന്നു. ഇന്ന് നമ്മുടെ ഇപ്പോൾ ഊരായ്മ അദ്ദേഹത്തിനെ ചെന്ന് കണ്ടു. എന്നിട്ട് അവിടുന്ന് രാത്രിയിൽ ഈ കുറിച്ചിൽ നിന്ന് വിഗ്രഹം അപകരിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല. ആ വിഗ്രഹത്തിൻ്റെ അവകാശിയായിരുന്നു വല്യവണം പണിക്കർ. അദ്ദേഹത്തെയും കുടുംബത്തെ ഉൾപ്പെടെ വള്ളത്തേക്ക് കയറ്റി ജലമാർഗം കൊണ്ടുവരുമ്പോൾ പുഷ്പവൃഷ്ടി ഉണ്ടായെന്നാണ് പറയുന്നത്. ചമ്പക്കുളത്ത് വന്നു മാപ്പിളശ്ശേരി കടവിലെത്തിക്കഴിഞ്ഞപ്പം രാത്രിയായി. മാപ്പിളശ്ശേരിയിലെ ഒരു ക്രിസ്ത്യൻ തറവാട്ടിലെ ആ നിലവറയ്ക്കകത്ത് വിഗ്രഹം വെച്ച് പൂജിച്ചു. അന്നത്തെ നീതി നടത്തി. പിറ്റേ ദിവസം കല്ലൂർക്കാവ് പള്ളി, ആ പള്ളിയിലെ അച്ഛനും ഉൾപ്പെടെ പള്ളിയിലെ ആൾക്കാരെല്ലാവരും വെഞ്ചാമരവും മുത്തിക്കുടയും എല്ലാം നൽകി ഇവിടുന്ന് നിറച്ച് ജനങ്ങളും ചെന്നു. അങ്ങനെ വലിയ ഒരു ജലഘോഷയാത്രയായിട്ടാണ് ആ വിഗ്രഹം ഇവിടെ വരുന്നത്. അതിൻ്റെ സ്മരണയ്ക്കായിട്ട് ഇന്നും നമ്മുടെ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് മൂലം വള്ളംകളി നടക്കുന്നത്. ചരിത്രപ്രസിദ്ധമാർന്ന മൂലം വള്ളംകളി ചമ്പക്കുളത്താറ്റി നടക്കുന്നത്. ഇന്ന് ഇവിടുന്ന് വഞ്ചിപ്പാട്ട് പാടി അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉച്ചപൂജ കഴിയുമ്പോഴത്തേക്ക് നടക്കുന്ന പാൽപ്പായുസവും മേടിച്ച് അവിടെ വള്ളൂർക്കാവ് പള്ളിയിലും ചെന്ന് അവിടെ ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലും ചെന്ന് നാപ്പളശ്ശേരി കുടുംബത്തിലും ചെന്ന് ഇത് സമർപ്പിച്ചതിന് ശേഷമേ അവിടെ വള്ളംകളി തുടങ്ങത്തുള്ളൂ. അത് ഇന്നും ഈ ആചാരമാണ്, ഇത് തെറ്റാതെ നടക്കുന്ന കാര്യമാണ്. അങ്ങനെ ആ വിഗ്രഹം ഇവിടെ കൊണ്ടുവന്നു. വിഗ്രഹം ഇങ്ങനെ വന്നു ഉടനെ 2 തന്ത്രിമാരും കൂടെ ചേർന്ന് പുതുമനയ്ക്കും പകുതി താന്ത്രികാവകാശം കിട്ടിയല്ലോ. ഇപ്പോൾ രണ്ട് തന്ത്രിമാരും കൂടെ ചേർന്ന് പ്രതിഷ്ഠിക്കാൻ നോക്കുമ്പം നടക്കുന്നില്ല, പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല. ഒരു കാരണവശാലും ജനങ്ങളെല്ലാം ആകാംക്ഷഭരിതരായിരിക്കുക, രാജാവ് ഇങ്ങനെ നിൽക്കുക, പ്രതിഷ്ഠിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എവിടെ നിന്നോ ഒരാളിങ്ങനെ കടന്നു വന്നുകൊണ്ട് ആ വിഗ്രഹം എടുത്ത് ഇരിക്കിവിടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം പോയത്. അത് പിന്നെ അറിഞ്ഞു പറച്ചു വെച്ച പന്തീര് കുലത്തിൻ്റെ അധിപനായിരിക്കുന്ന നാരായണത്ത് പ്രാണതനാണെന്നറിഞ്ഞു. അതിൻ്റെ ഒരു പ്രതീകമാണ് ഇന്നും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ചുറ്റുഭാഗങ്ങളിലെല്ലാം ഒരു പ്രാന്തൻ എപ്പോഴും ഇങ്ങനെ കറങ്ങി നടക്കും. അത് പിന്നെ രാജാവ് തിരക്കി, അത് പ്രാന്തനാണ്. പക്ഷേ നാരായണത്തുറാന്തം പ്രതിഷ്ഠിച്ച വിഗ്രഹം, പക്ഷേ അതിനകത്തൊക്കെ പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്തു, അതൊന്നും അതിനകത്ത് ഒരു ശരിയായ മാർഗ്ഗമല്ല. ഇങ്ങനെ ചെയ്തു, ഇവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ് ആ വിഗ്രഹം പ്രതിഷ്ഠിച്ചു. ആ വിഗ്രഹമാണ് ഇന്ന് ശ്രീകൃഷ്ണ ഭഗവാന്റെ പാർത്ഥസാരഥി വിഗ്രഹം ഇന്നിവിടെ ഇരിക്കുന്നു. അതിൻ്റെ തിരുവുത്സവം, ആ തിരുവുത്സവം എന്ന് പറയുന്നത് ഭയങ്കര ചടങ്ങുകളാണ്, ആചാരാനുഷ്ഠാനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട. അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ 2 ഉത്സവങ്ങളാണ്. ഒന്ന് മകരമാസത്തിൽ നടക്കുന്ന മകരം 14-ാം തീയതി 1-ാം തീയതി നടക്കുന്ന 12 കളവ്. ആ 12 കളവ് എന്ന് പറയുന്നത് ദേവന് ഇതാണ് അശുദ്ധി ഉണ്ടാകുമ്പോഴത്തേക്ക് ആ അശുദ്ധി മാറ്റുവാനായിട്ട് ദേവനെ കളമം കൊണ്ട് പൂജിച്ച് അത്രയും പൊതിഞ്ഞ് കളമം കൊണ്ട് പൊതിഞ്ഞ് അത്രയും ശുദ്ധമാക്കിക്കൊണ്ട് ദേവനെ അത്രയും പ്രീതിപ്പെടുത്തുന്നൊരു ചടങ്ങാണ്. അത് മാത്രമല്ല, 25,000 കുടുംബമായിരുന്നു ചെമ്പകശ്ശേരി രാജാവ് ഭരിച്ചുകൊണ്ടിരുന്ന 25,000 കുടുംബം. ഇന്നതൊക്കെ മാറി ഒത്തിരി നമ്മളിങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വന്നു. ഇപ്പോൾ ഇങ്ങനെ കളമം കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഉത്സവത്തിന് നമ്മൾ കൊടിയേറി. മീനമാസത്തിലാണ് ഉത്സവം. കൊടിയേറി ഇന്ന് 8ാം ഉത്സവമാണ്. 8ാം ഉത്സവം അന്ന് ഈ ചെമ്പകശ്ശേരി രാജാവിൻ്റെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളും ഇവിടുന്ന് നാനാജാതി മതസ്ഥർക്കും അതിൻ്റേതായ അവകാശം കൊടുത്തിട്ടുണ്ട്. കൊടിക്കയറ് കൊണ്ടുവരുന്നത് അഴിക്കകത്ത് കുടുംബത്തിൽ നിന്നാണ്. അന്നത്തെ ഇവിടുത്തെ പടത്തലവനായിരുന്നു, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് കൊടിക്കയറ് കൊണ്ടുവരുന്നു. 4 കരകളിൽ നിന്നുള്ള പടയണികൾ ചൂട്ടുപടയണിയിൽ, പിന്നെ ഒരു ഈഴവ കുടുംബത്തിൽ നിന്ന് ഇവിടുത്തെ സ്ഥലത്തിൻ്റെ ഉടമ ആരാണ്? അമ്പനാട്ട് പണിക്കൻ. പണിക്കൻ്റെ വരവുണ്ടോ നാളെ വൈകുന്നേരം. അദ്ദേഹത്തിന് മാത്രമേ കിഴക്കുവശത്തെ വാതിൽ കൂടെ പ്രവേശിക്കാനൊക്കത്തുള്ളൂ. മധു തെളിക്കണം. ഇപ്പോൾ മധു തെളിയൊന്നുമില്ല. ക്ഷേത്രത്തിലെ മറ്റേ തെക്കേതടുത്ത പട്ടതിരിപ്പാടാണ് ഇപ്പം രാജസ്ഥാൻ.
അദ്ദേഹം രാജപ്രതിനിധി വന്ന് ഉത്സവത്തിൻ്റെ കൊടിയേറ്റിൻ്റെ മുമ്പായിട്ട് വന്ന് പടിത്തരം വായിക്കണം. ഇവിടെ ഓട കെട്ടിയോ വീടുകൾ മേഞ്ഞുവോ മഠം കെട്ടിയോ. മഠമെന്ന് പറയുന്നത് അറിയോ? പണ്ട് ഈ ഇവിടെ മഠമെന്നറിയപ്പെടുന്നു കണ്ടില്ലേ? പഴയ ഒരു കാരണവർ ഓലക്കൂട ചൂടി നിൽക്കുന്നതിൻ്റെ ഒരു പ്രതീകമാണ് കളത്തട്ട്. അന്ന് എല്ലാവരും വന്ന് മടത്തി വരുമെന്ന് പറയുന്നു. ഇവിടെ ഓടയെന്നാണ് പറയുന്നത്. ചുറ്റും മതിലൊക്കെ ഓടയെന്നാണ് പറയുന്നത്. ഓട വെട്ടിയോ മഠം കെട്ടിയോ കുളം വെട്ടിയോ ഇങ്ങനെ ഓരോന്ന് പടിത്തരം വായനയാണ്. അത് കഴിഞ്ഞ് ദേവസ്വം ജീവനക്കാരിരുന്ന് ഓരോ കഥ എഴുതി ഓരോ ദിവസത്തെ ചിട്ടപ്പെടുത്തി അങ്ങനെയാണ് ആ പടിത്തരം. പിന്നെ കരിമരുന്ന് പ്രയോഗം, പുത്തൻകുളത്തിൽ പോയിട്ട് കരിമരുന്ന് പ്രയോഗം, വേലകളി. ഉള്ളൂരും ഇവിടുത്തെ മാത്തൂരേമാനും ഉള്ള 2 കളരിയായിരുന്നു. ചമ്പക്കുളത്തുനിന്ന് എടുപിടി 2 കളരിയായിരുന്നു. ആ കളരി എന്ന് പറയുന്നത് വേലകളിയുടെ പ്രതീകം എന്ന് പറയുന്നത് പണ്ട് ശ്രീകൃഷ്ണൻ കൂട്ടുകാരുമൊത്ത് ആമ്പലും അതിൻ്റെ ഈ വള്ളിയുമായിട്ട് ചുരികയും വാളുമായിട്ട് കളിക്കുന്നതിൻ്റെ ഒരു പ്രതീകമായിട്ടാണ് വേലകളി എന്ന് പറയുന്നത്. പക്ഷേ അതല്ല, പണ്ട് പടത്തലവന്മാർക്ക് വേണ്ടി പടത്തലവന്മാരുടെ അഭ്യാസ പ്രകടനം നടക്കുന്നു എന്നൊരു സങ്കല്പവും. അത് ഈ 2ാം ഉത്സവം നാളെ തൊട്ട് വേലകളി തുടങ്ങും. അത് കഴിഞ്ഞ് കുളത്തിൽ വേല, തിരുവുമ്പി വേല കളിക്കുമ്പോൾ രാജപ്രതിനിധി നിൽക്കണം. വേളിയിൽ നിന്ന് പുഷ്പവൃഷ്ടി ഉണ്ടാകുമെന്ന് പറയുന്നത്. പുഷ്പം വിതരണം. അവർ വേല കളിക്കുമ്പോഴത്തേക്ക് കൃഷ്ണൻ ഭഗവാൻ ഇങ്ങനെ നിറഞ്ഞിരിക്കുമല്ലോ, ആനപ്പുറത്ത് നിറഞ്ഞിരിക്കും പുഷ്പം പെറുന്നു പറയുന്നത്. അത് കണക്കിന് ഓരോ ദിവസത്തെ ആചാരങ്ങളുണ്ട്. എല്ലാ ദിവസങ്ങളിലും തകഴിയിൽ നിന്ന് കുടവരവ്, എല്ലാ വർഷങ്ങളിലും ആ തകഴിയിൽ നിന്ന് കുടവരവ് ഒരു വർഷം മുഴുവൻ ആ കുട ഇവിടെ വെക്കണമെന്നാണ്. അയ്യപ്പനെ ക്ഷണിച്ചുകൊണ്ടിരുന്നു, കാഞ്ഞൂർ മഠത്തിന് ദേവിയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു, ഇരട്ടക്കുളങ്ങര മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് ഗണപതിയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ എല്ലാ മേഖലകളിൽ നിന്നും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിവാൾ വിടുന്നു എന്ന് പറഞ്ഞാൽ വട്ടപ്പായിത്തറ ക്ഷേത്രം അന്ന് കളരിയ 2ാം ഉത്സവം നാളിലായിരുന്നു പണ്ട് മുതൽ കലാപരിപാടി നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ എന്തോ ഈ നായ്ക്കിൻ്റെ തട്ടേക്കയറ്റമാണല്ലോ, ഇപ്പോൾ ഒന്നുമില്ല നായ്ക്കുന്നത്. പിന്നെ അതിപ്രധാനമായൊരു ചടങ്ങാണ് നാളെ നടക്കുന്നത്, ചരിത്രപ്രസിദ്ധമാർന്ന വേലകളി. ആ വേലകളിയുടെ ഐതിഹ്യം എന്ന് പറയുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ അതിൻ്റെ നമ്മുടെ അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനമായിട്ട് ചരിത്രപ്രസിദ്ധമാർന്ന ഒരു ചടങ്ങാണ് നടക്കുന്ന നാടകശാല സദ്യ. വില്ലുമംഗല സ്വാമികാർ ക്ഷേത്രത്തിൻ്റെ ദർശനത്തിനെത്തിയപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാൻ അത്രയും മഹാപാണ്ഡിതനായ അദ്ദേഹം വന്നപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നില്ല. അന്ന് 8ാം ഉത്സവത്തിനും 9ാം ഉത്സവത്തിനും അന്ന് ആചാരപ്രകാരം ഇവിടെ ക്ഷേത്ര ജീവനക്കാർക്കും ബ്രാഹ്മണർക്കും സദ്യ നടക്കും. അപ്പോൾ നാടകശാല ഇരിക്കുന്ന ആ ഭാഗത്താണ് അവിടെ വലിയ പന്തലിട്ടുകൊണ്ട് അവിടെ സദ്യ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അദ്ദേഹം വന്ന് നോക്കുമ്പോഴത്തേക്ക് ശ്രീകൃഷ്ണ ഭഗവാന് ഒരു കൊച്ചുകുട്ടിയുടെ ബ്രാഹ്മണ വേഷത്തിൽ നിന്നുകൊണ്ട് നെയ്യ് വിളമ്പുന്നു. ഇദ്ദേഹം ഇത് കണ്ടിട്ട് ആഹ്ലാദഭരിതനായി അദ്ദേഹം ഭക്തിപരവേശനായി അദ്ദേഹം ഓടിച്ചെല്ലുക. എൻ്റെ കണ്ണായി എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇത് അവിടെ വലിയ മഹാപാണ്ഡിതനായ വില്ലുമംഗലം സ്വാമിമാർ ഓടിച്ചെന്നു. അതിൻ്റെ പുറകെ ഇവിടെ നിന്ന മുഴുവൻ ഭക്തജനങ്ങൾ ഓടിച്ചെല്ലുക. അപ്പോൾ അവിടെ ആ സദ്യ എല്ലാം വാരി വലിച്ചിട്ടുകൊണ്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഉണ്ണിക്കണ്ണനെ തപ്പി നടക്കുക ആൾക്കാർ, കൃഷ്ണനെ തപ്പി നടക്കുക. ഇതെല്ലാം കണ്ടുകൊണ്ട് ആ മണിക്കടറിനെ മേളിൽ ഇരുന്നുകൊണ്ട് കൃഷ്ണ ഭഗവാൻ ഇതിങ്ങനെ ആസ്വദിക്കുക. അതിൻ്റെ സ്മരണ പുതുക്കാൻ വേണ്ടിയാണ് ഈ എല്ലാ വർഷങ്ങളിലും നാടകശാല സദ്യ നടക്കുന്നത്. അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെത്തുമ്പോൾ നടപ്പന്തലിൻ്റെ ഇടതുവശം വെറൈറ്റി ലേഡീസ് കിഡ്സ് കളക്ഷൻ സെൻറ്റർ സന്ദർശിക്കാൻ മറക്കരുത്. നിരവധി വൈവിധ്യമാർന്ന മോഡലുകൾ, മറ്റെക്കും കിട്ടാത്ത വിലക്കുറവിൽ വളകൾ, കമ്മലുകൾ, മാലകൾ. സന്ദർശിക്കുക വെറൈറ്റി ലേഡീസ് ആൻഡ് കിഡ്സ് അമ്പലപ്പുഴ. വെറൈറ്റി ലേഡീസ് ആൻഡ് കിഡ്സ് അമ്പലപ്പുഴ.